കമലഹാസൻ ഉലകനായകനും സൂപ്പർ സ്റ്റാർ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് രജനീകാന്തിനെയാണ്. രജനീകാന്തും ഒന്നിക്കുന്ന ചിത്രം നമ്മുടെ കമലഹാസനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒരുപാട് പേര് സംവിധായകൻ എന്നുള്ള രീതി പറഞ്ഞിട്ട് ലാസ്റ്റിൽ നെൽസനെ സംവിധാനമാക്കിയിട്ടുണ്ട്. ഇന്നലെ അതിൻ്റെ ഒരു ഗ്ലിംസ് വന്നു, സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷേ ആ ഗ്ലിംസ് സൂപ്പർ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പൊളിയാണ്. കാരണം വേറൊന്നുമല്ല, ഇത് നമ്മൾ രക്ഷയില്ലോ, ഇതൊക്കെ പാട്രിയോട്ടിൽ കാണിച്ചിരുന്നെങ്കിലൊക്കെ പാട്രിയോട്ടിൽ മമ്മൂട്ടി മോഹൻലാൽ ഇതൊക്കെ പോലെ കാണിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് 10-27 കൊല്ലം മുമ്പുള്ള ഹരീഷിനകത്ത് സെയിം ഇതുപോലുള്ള രംഗങ്ങളുണ്ട്. ഇങ്ങനെ വരികയും ഇവർ തമ്മിൽ കൂട്ടിമുട്ടുകയും ഇവർ താക്കോലെറിയും കാറെ കയറുന്നതൊക്കെ ഉണ്ട് സെയിം. എന്നാൽ പോലും അത് കയറി വൈറലായി. കാരണം ഒന്നിക്കുന്നത് വേറെ ആരും അല്ലല്ലോ, നമ്മുടെ കമലഹാസനും രജനീകാന്തുമാണ്. ഇപ്പം ഇതിനകത്ത് സ്ട്രോങ് റൂമേഴ്സ് നെൽസൺ ആണല്ലോ സംവിധാനം. ജയിലർ 2-നകത്ത് നമ്മുടെ രജനീകാന്തിനോടൊപ്പം പ്രധാന കഥാപാത്രമായിട്ട് എക്സ്റ്റൻഡ് ക്യാമിയോ റോളിൽ മോഹൻലാലും ഉണ്ട്. മോഹൻലാൽ ഇതിനകത്ത് വില്ലനായി വരുന്നു എന്നുള്ളവരാണ് സ്ട്രോങ് റൂമേഴ്സ്. ചിലപ്പോൾ ശരിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നെൽസനാണ്. ജയിലർ 1-നകത്തും 2-നകത്തും മോഹൻലാൽ ഉണ്ട്. പിന്നെ മോഹൻലാലുമായിട്ട് നല്ല ബന്ധം ഇവർക്ക് രജനീകാന്തിനും കമലഹാസനും ഉണ്ട്. വരാൻ ചാൻസ് കൂടുതലാണ്. ഒരുപക്ഷെ മോഹൻലാൽ ആകാം എന്നുള്ള റൂമേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ സഞ്ജയ് ദത്ത് പോലുള്ള ഒരു ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കാം വില്ലൻ. എന്തായാലും മോഹൻലാൽ ആണെങ്കിൽ പൊളിക്കും. കാരണം നായകന്മാർ രണ്ടുപേർ അപ്പുറത്ത് നിൽക്കുമ്പോൾ മോഹൻലാൽ കട്ട വില്ലനായിട്ടുണ്ടെങ്കിൽ കുറേ നാളിന് ശേഷം മോഹൻലാൽ ഒരു ഗംഭീര വില്ലനിസം കഥാപാത്രം നമുക്ക് കാണാം.